അങ്ങനെ പിറ്റേ ദിവസമാണ് ആദ്യം എഴുന്നേൽക്കുന്നത് നമ്മുടെ മഫിനാണ്. തൊട്ട് പുറകെ ഓരോരുത്തരായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പാട്ട് തന്നെ ഗൈയാണ് തിരക്കുന്നത്. ഗൈ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ നോക്കി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ടോമാണെന്നുണ്ടെങ്കിൽ അയ്യോ ബോസിനെയും കാണുന്നില്ല, ഇതെന്താ നമുക്ക് പറ്റിയത്, നമ്മളെങ്ങനെ ഇത്ര അധികം നേരം കിടന്ന് ഉറങ്ങിയെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കെഞ്ചിയും ബോസിനെയാണ് കാണിക്കുന്നത്. കെഞ്ചിയാന്നുണ്ടെങ്കിൽ താഴെ ബോധം കെട്ട് കിടക്കുന്നത് നമ്മുടെ ഗൈക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട്, നീ ആണെന്നുണ്ടെങ്കിൽ ടൂവിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ പിന്നെ നീ മരിക്കുന്നതെന്നല്ലേ എന്ന് പറയണേ. ഇവിടെ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇന്നലെ നൈറ്റ് ഡ്രഗ്സ് തന്നു, അതുകൊണ്ട് നമ്മളെല്ലാവരും ഉറങ്ങിപ്പോയെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മഫിനാന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് തന്നെന്നോ, അതെന്തിനാ ഡ്രഗ്സ് തന്നത്, ഒരു പക്ഷേ ഇനി നമ്മുടെ അടുത്ത് നിന്ന് വല്ലതും മോഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ, പക്ഷേ നമ്മുടെ ഒന്നും മിസ്സിങ് ആയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകും, എനിക്കതുണ്ടെങ്കിൽ ഗൈയെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുമ്പോൾ ടോമാന്നുണ്ടെങ്കിൽ എനിക്ക് അവൻ എൻ്റെ ബ്രദറിനെ പോലെയാണ്, സോ അതുകൊണ്ട് ഞങ്ങളും കൂടെ വരാമെന്നൊക്കെ പറയണേ. അതിന് നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഒന്നുകൂടി വഷളാവത്തേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരിച്ചു പോകേണ്ടി പറയണേ. അതിന് നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഗൈയെ കണ്ടുപിടിക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത്, എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം, ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്, അതിനെപ്പറ്റി എനിക്കിപ്പോഴേ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും പറ്റത്തില്ല, നമ്മൾ വീട്ടിൽ ഇരുന്ന് ഗെയിം കളിക്കുന്ന പോലെയൊന്നുമല്ല ഈ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പയ്യാന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പല്ലേ നിന്നെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന്, നീ ഉറപ്പായിട്ടും ഗൈയെ കണ്ടുപിടിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ഗൈയാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കുമെന്ന് പറയണേ. മാഫിയിലാന്നുണ്ടെങ്കിൽ ഓക്കെ അവനെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അവരവിടെ പോയപ്പോൾ തന്നെ ടു ആണെന്നുണ്ടെങ്കിൽ തുല്ലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവനെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുമെന്ന്. അതിന് നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ബോസിന് ഉറപ്പാണോ അവന് തന്നെയാണ് നമുക്ക് ഡ്രഗ്സ് തന്നേന്ന്, അതിന് ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, ലാസ്റ്റായിട്ട് നമുക്ക് ഡ്രിങ്ക്സ് ഒഴിച്ച് തന്നത് അവനാണ്, അപ്പോൾ അവൻ തന്നെ ഇതൊക്കെ ചെയ്തേന്ന്. അതിന് നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ സോറി നിങ്ങളെല്ലാവരും ഇതിലേക്ക് വലിച്ചഴിച്ചാൽ ഞാനല്ലേ, നിങ്ങളോട്ട് അവനെ ക്ലോസ് ചെയ്യിപ്പിച്ചത് ഞാനല്ലേ എന്നൊക്കെ പറയുമ്പോൾ ടു ആണെന്നുണ്ടെങ്കിൽ വെറുതെ നീ നിൻ്റെ പേർക്ക് കുറ്റം ചുമത്തണ്ടെന്ന് പറയുന്നത്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മുടെ ബോസിൻ്റെ അടുത്ത് ഇപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ ഫസ്റ്റ് ടൈം മുതലേ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിനക്കൊട്ടും തന്നെ മടുത്തില്ലേ എന്നൊക്കെ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ബോസ് നിങ്ങൾ എന്നെ പണിഷ് ചെയ്തോ, ഞാനാണ് ഈ തെറ്റൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അവൻ്റെ മുഖത്ത് തന്നെയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇത്രയധികം വിഷമം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഗൈയെ കണ്ടുപിടിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്, അതിനുള്ള വഴി നോക്കാൻ പറയാണ്. എന്നിട്ട് ഇവനാന്നുണ്ടെങ്കിൽ എന്നെ ആലോചിക്കുന്നുണ്ട് ഒരു ദിവസം മുമ്പ് നടന്ന കാര്യം. നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടേക്കാന്നുണ്ടെങ്കിൽ ബോസ് വന്നിട്ട് നിൻ്റെ ഫോൺ ഇങ്ങോട്ടേക്ക് തരാൻ വേണ്ടി പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഫോൺ എന്തിനാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അതോ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ GPS പോലെ ഒരു ആപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്, ഇനി മുതൽ നീ എവിടെ പോയാലും ഞാൻ എവിടെ പോയാലും പരസ്പരം കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ ആലോചിച്ചിട്ട് നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ കിട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് ടുയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ബോസുള്ള സ്ഥലത്തേക്ക് വരുവാണ്. അവിടെ വരുമ്പോൾ തന്നെ അവർ ഉറപ്പിക്കുന്നുണ്ട് ബോസ് എന്തായാലും കെഞ്ചിയുടെ ആളാന്നുള്ള കാര്യം. രണ്ടുപേരും പോയി ചെന്ന് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ആകപ്പാട് കുഴയാണ്. അവനാന്നുണ്ടെങ്കിൽ ഒരിടത്തേക്ക് ഇരിക്കുകയാണ്. നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ നീ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്, പക്ഷേ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. ബോസ് പോയി ചെന്ന് ഗൈയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗൈയെയും കൂട്ടിക്കൊണ്ട് കെഞ്ചിയാന്നുണ്ടെങ്കിൽ റൂഫ് ടോപ്പിൽ വന്നിരിക്കുകയാണ്. അന്നേരമാണ് നമ്മുടെ ഗൈക്ക് ബോധം വരുന്നത്. ഗൈ ബോധം വന്ന പാടെ തന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ നീ ഉണന്നോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും കുറച്ചുകൂടി ഒച്ചത്തിക്കാരെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നെ എത്രയും പെട്ടെന്ന് ടു കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടേക്ക് വരുമല്ലോ എന്നൊക്കെ പറയണേ. ഇവനാന്നുണ്ടെങ്കിൽ മിണ്ടായിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ എഴുന്നേക്കാൻ വേണ്ടി പാടുപെടുവാണ്. അവൻ്റെ അടുത്തേക്ക് ബോസ് വന്നിട്ട് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയണേ. ഇവൻ പെട്ടെന്ന് തന്നെ തള്ളി മാറ്റിയിട്ട് മാറിപ്പോടുന്നൊക്കെ പറയണേ. അതിന് ഇവനാന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണ്. നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു, നീ എന്നിട്ട് എന്തോ ചെയ്തത്, നീ കെഞ്ചിയുടെ അടിമയല്ലേ, നീ അവൻ പറഞ്ഞു കേട്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ബോസാന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ വേറെ വഴിയില്ല, നിങ്ങളുടെ ബോസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം തന്നെ ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെഞ്ചി ഗൈഡ് അടുത്തേക്ക് വന്നിട്ട് നിൻ്റെ അടുത്ത് ഞാൻ കരയാൻ പറഞ്ഞില്ലേ, നീ എന്താ കരയാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ഒച്ചത്തിൽ കരയാണ്, ടു എന്നെ വന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ തുലിൻ്റെ അടുത്ത് ബോസാന്നുണ്ടെങ്കിൽ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഇവിടുന്ന് ഞാൻ പുറത്ത് പോയി ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ ഹെൽപ്പൊന്നും വേണമെന്ന് പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് പുറത്ത് പോയിക്കളാന്ന് പറയണേ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈ കടന്ന് ഭയങ്കര ഒച്ചത്തിൽ കിടന്ന് കരയുവാണ്. അത് കേട്ടിട്ട് നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. ടു അവിടേക്ക് വന്ന പാടെ തന്നെ വെറുതെ നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് വേറെ ആരും നീ ഇതിലേക്ക് വലിച്ചഴിക്കരുതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്നോ, നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ വളരെയധികം പാനിക്കായിട്ട് നിൽക്കുകയാണെന്ന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വേറെ ആരുമല്ല നിൻ്റെ ലവർ തന്നെയല്ലേ, നിന്നെ കണ്ടാൽ തന്നെ അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ധൈര്യമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഞാനുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി വാ. അത് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു കത്തി മാറിയും തിരിഞ്ഞ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിച്ചു വലിച്ച് ആകെപ്പാട് ഫൈറ്റ് കിടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കെഞ്ചി കെണ്ണെടുത്തിട്ട് ഇവന് നൊന്തല്ലേ നിനക്ക് നോത്തോളം
എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളെ കൈയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷെ നമ്മുടെ ബോസാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൂടെ വന്ന് കയറുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബുള്ളറ്റ് കൊള്ളുന്നത് അവൻ്റെ കയ്യിലേക്കാണ്. ഈ ഒരു തക്ക നോക്കിയിട്ട് നമ്മുടെ ടൂവാന്നുണ്ടെങ്കിൽ കെഞ്ചിയെ കുത്തുന്നുണ്ട്. കെഞ്ചി അങ്ങനെ നേരെ താഴത്തേക്ക് വന്ന് വീഴുവാണ്. നമ്മുടെ ടൂവാന്നുണ്ടെങ്കിൽ ഗയ്യെ രക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുല്യ ആകപ്പാട് കുഴഞ്ഞിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ ബോസും കൈയും ടൂവും വരുന്നുണ്ട്. ബോസിൻ്റെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് തുല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. അതിന് നമ്മുടെ ടൂവാന്നുണ്ടെങ്കിൽ നീ ഓക്കില്ലെന്ന് പറഞ്ഞിട്ട് കാർ കയറാൻ വേണ്ടി പറയാണ്. അപ്പോഴത്തേക്കും ബോസാന്നുണ്ടെങ്കിൽ തുല്ലിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ക്ഷമിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ അമ്പിനും മില്ലിനും എടുക്കുന്നില്ല. അന്നേരം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ തുല്ലിൻ്റെ അടുത്ത് അവനാണ് എന്നെ രക്ഷിച്ചത്, സോ അവൻ്റെ അടുത്ത് ഒന്ന് ക്ഷമിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണ്. പക്ഷേ ഇവനാന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ ടൂവാന്നുണ്ടെങ്കിൽ അവന് പറയേണ്ട കാര്യങ്ങളോട് നീ കേൾക്ക്, എന്നിട്ട് നീ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കാർ കയറുവാണ്. ടൂവാന്നുണ്ടെങ്കിൽ ബോസിൻ്റെ അടുത്തും കാർ കയറാൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി റൂമിലേക്ക് വരുവാണ്. നമ്മുടെ ഗൈഡ് പേടി അപ്പോഴും മാറിയിട്ടില്ല. ടൂവാന്നുണ്ടെങ്കിൽ ഗൈഡ് എടുത്ത് നമ്മൾ റൂമിലേക്ക് വന്ന് ഇനി നമുക്ക് പേടിക്കാനായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറയാണ്. പക്ഷേ ഇവനാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പോവില്ല, എനിക്കാന്നുണ്ടെങ്കിൽ പേടിയാവുന്നൊക്കെ പറയാണ്. നമ്മുടെ ടൂവാന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ കെഞ്ചി ഉപദ്രവിക്കാണ്ട് വരത്തില്ല, നമുക്ക് പോയി ചെന്ന് കുളിക്കാം, എന്നിട്ട് നീ വന്ന് റെസ്റ്റ് എടുക്കുക, അപ്പോൾ നിനക്ക് കുറച്ചുകൂടി മാറ്റം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കുളിക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. അന്നേരം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ടൂ എടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. നീ നിന്റെ ജീവൻ പണയം വെച്ചിട്ട് എന്നെ രക്ഷിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ചെറുതായിട്ടുള്ള ഒരു കിസ്സിങ് സീന് കാണിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന റെസ്റ്റോറൻറ്റിലാണ്. നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ബോസും ഉണ്ട്. ബോസാന്നുണ്ടെങ്കിൽ ഇവന് മരുന്ന് വെച്ച് കൊടുക്കാണ്ട് വരികയാണ്. പക്ഷെ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ തട്ടി മാറ്റുവാണ്. അതിന് നമ്മുടെ ബോസാന്നുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്ക്, ഞാൻ എന്ന് പറയുന്ന കെഞ്ചിയുടെ അടിമയാണ്, അപ്പോൾ പിന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാതിരിക്കാൻ ഒരു വഴിയില്ല. നിങ്ങൾക്കൊക്കെ ഡ്രഗ്സ് വരുന്നതിന് മുമ്പേ ഞാൻ ചിന്തിച്ചാണ് അതൊക്കെ വേണ്ടാന്ന്, പക്ഷെ എന്നെ കൊണ്ട് വേറൊരു മാർഗ്ഗമില്ല എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നിന്നെ വിശ്വസിച്ചതാ, ഞാൻ നിന്നെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് നിന്റെ അടുത്തുള്ള ഇഷ്ടം അത് സീരിയസ് ആണെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ നിന്റെ അടുത്ത് ക്ഷമിക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ഇപ്പം ഈ നിമിഷം തന്നെ ഇവിടുന്ന് ഇറങ്ങി പോകണം, ഇനി ഒരിക്കലും ഞങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും കുടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ബോസിനാന്നുണ്ടെങ്കിൽ പിന്നൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇവിടെ നമ്മൾ ടൂ ആണെന്നുണ്ടെങ്കിൽ ഗയ്യെ നോക്കുമ്പോൾ ഗയ്ക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഫീവർ അടിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ തുടച്ചൊക്കെ കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഉറങ്ങി പോവാണ്. ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഗൈ സോറി എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഇവന് 2 വർഷത്തിന് മുമ്പ് നടന്ന കാര്യം ആലോചിക്കുകയാണ്. ബൈബുനാന്നുണ്ടെങ്കിൽ തുല്ലിൻ്റെ അടുത്തും ടൂവിൻ്റെ അടുത്തും പോയിച്ചെന്ന് ഡെപ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. തുല്ലാന്നുണ്ടെങ്കിൽ മെയിൻ വഴി കൂടെ പോയിച്ചെന്ന് ഡെപ്റ്റ് കളക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഓടി രക്ഷപ്പെടും, അതുകൊണ്ട് തന്നെ നമുക്ക് പുറകുവശത്തൂടെ പോകുന്ന പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി പുറകുവശത്തൂടെ പോകുമ്പോൾ അവിടേക്കാന്നുണ്ടെങ്കിൽ കെഞ്ചി വരുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ കെഞ്ചിയെ നോക്കി കാണാൻ നല്ല ഭംഗിയില്ലേ, പക്ഷെ ഇപ്പം നോക്കി ഒരുമാതിരി കുളമാക്കി വെച്ചേക്കുന്നു. കെഞ്ചിയെ കണ്ട പടന്നെ ടൂവും തുല്ലും ഒന്ന് നോക്കുന്നുണ്ട്, കാരണം ഇനി ഇവന് എന്തെങ്കിലും പ്രശ്നത്തിൽ വരുമോ അറിയാൻ വേണ്ടി. പക്ഷെ നമ്മുടെ കെഞ്ചി എന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. നേരെ ചെന്ന് നോക്കുമ്പോൾ അയാളാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്യാഷൊക്കെ എടുത്തുകൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാണ്. ടൂവിനെ കണ്ട പാടത്തന്നെ നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഓ ഞാനാണോ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി വന്നതാ, അതാ ഈ ക്യാഷ് തരാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ട്. ക്യാഷോട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും ഇയാളാണെന്നുണ്ടെങ്കിൽ ടൂയെ വെടിവെക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ കെഞ്ചി ഇടയ്ക്ക് വന്ന് കയറുവാണ്. അങ്ങനെ നമ്മുടെ കെഞ്ചിക്കാണ് വെടിയേക്കുന്നത്. കെഞ്ചിയെ നേരെ നമ്മുടെ ടൂയുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാണ്. അവിടേക്ക് വന്ന പടത്തന്നെ ബൈബുനാന്നുണ്ടെങ്കിൽ എന്തിനാ എവിടേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ അവനെ ജീവൻ രക്ഷിച്ചെന്നൊക്കെ പറയാണ്. നിന്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ അവനെ എവിടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമല്ല ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഇനി അവന് പോകാൻ വേണ്ടി വേറൊരു സ്ഥലമില്ല എന്നൊക്കെ പറയാണ്. ഇതേക്കുന്ന ബൈബുന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ മുറിവ് ഉണങ്ങിയ പട തന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടി പറയണം. അതേപോലെ തന്നെ അവന്റെ ബോസിനെ അവൻ ചീറ്റ് ചെയ്തവനാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ ചീറ്റ് ചെയ്യത്തില്ല എന്ന് ആര് കണ്ട്. പക്ഷെ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മട്ടൊന്നുമില്ല, അവനാണെന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ ബൈബിൻ്റെ അടുത്ത് കൈയൊക്കെ കൂപ്പിയിട്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ബൈബിനാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ടൂ, നീ പറയുന്ന പോലെ തന്നെ കേൾക്കാം, ഇനി ഇതിനപ്പുറം നിന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈബിൻ്റെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ടൂ എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു പേപ്പറിൽ നിനക്ക് എന്നെ അത്ര പെട്ടെന്ന് കൊല്ലാൻ വേണ്ടി പറ്റത്തില്ല ടൂ എന്ന് എഴുതിയ ഒരു പേപ്പറിൽ കത്തി വെച്ച് കുത്തി അവിടെ നിർത്തിക്കാണ്. ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു കത്തി വലിച്ചു വിടുന്നുണ്ട്. പിറ്റേ ദിവസം കൈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂയെ കാണുന്നില്ല. ടൂയെ കാണാത്തതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നടന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫുഡിൻ്റെ ബോക്സ് കാണുവാണ്. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടും ഉണ്ട്, നീ എഴുന്നേക്കുന്ന വരെ എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഓക്കെ ആണ്, നീ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജിനുള്ള റിപ്ലൈ ഒന്നും നമ്മുടെ ടൂ കൊടുക്കുന്നില്ല. ടൂ എന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് വായിച്ചിട്ട് പോലും ഇല്ല. ഇവനാന്നുണ്ടെങ്കിൽ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. അന്നേരമൊക്കെ ഇവനാന്നുണ്ടെങ്കിൽ മെസ്സേജ് എടുത്ത് നോക്കുന്നുണ്ട്, നമ്മൾ ടൂ വായിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നേരം ഒന്നും അവൻ മെസ്സേജ് നോക്കിയിട്ടേ ഇല്ല. അപ്പോഴേക്കും വാല് വന്ന് ഇവൻ്റെ കഴുത്തിൽ കൂടെ കൈയിട്ടിട്ട് നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഇതാണ് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്, എൻ്റെ മുഖത്ത് വല്ലതും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ദാ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ദാ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, പറ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇവനാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഞാൻ നിന്നെ ജസ്റ്റ് നോക്കിയതുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നീ ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറയണേ. എന്നാൽ പിന്നെ ഓക്കെ നീ വാ, നമുക്ക് അങ്ങ് ഡമ്മിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി ചെന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവന് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സ്മൂത്തിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അത് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഞാനിങ്ങനെ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്, നമ്മൾ
നമ്മളെപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് രണ്ടുപേരാന്നുണ്ടെങ്കിൽ സെൽഫി എടുക്കുന്നുണ്ട്. സെൽഫി എടുക്കുന്ന പേരും പറഞ്ഞിട്ട് ഓരോ ആംഗിളിലായിട്ട് മാറ്റി മാറ്റി പിടിക്കുന്നുണ്ട്. ഓരോ ആംഗിളും ശരിയാവുന്നില്ല. ഇവിടെ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കത്തിയും പേപ്പറും കൊണ്ട് നേരെ നമ്മുടെ കെഞ്ചി കാണാൻ വേണ്ടി വരുവാണ്. ഇവൻ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഗൈയുടെ ഒരുപാട് ഫോട്ടോസിനകത്ത് വെട്ടും കുത്തുമൊക്കെ ഇട്ട് വെച്ചിട്ട് നീ മരിക്കണമെന്നൊക്കെ എഴുതി വെച്ചേക്കാണ്. അന്നേരം തന്നെ ഇവന് കോള് വരുന്നുണ്ട് കെഞ്ചിയുടെ അടുത്ത് നിന്ന്. കോൾ അറ്റൻഡ് ചെയ്ത പാടെ തന്നെ ഫൈനലി നീ ഈ ഒരു സ്ഥലത്തേക്ക് വന്നോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടേക്ക് വന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു. ഇവൻ നോക്കുമ്പോൾ ക്യാമറ കാണുവാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ നിനക്ക് പേടിയുണ്ടോ, നിന്റെ ലവറിനെ ഞാൻ എന്തെങ്കിലും ചെയ്യും, നിന്റെ ലൈഫിൽ ആരൊക്കെ ഇൻവോൾവ് ആവുന്നോ അവരവരുടെ മരണം ചോദിച്ചു വാങ്ങിക്കുന്നവരെ ഞാൻ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് ഗൈയുടെ കാര്യം. ഗൈയെ ഞാൻ എന്തായാലും ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗൈയുടെ വാഴ ക്ലാസ് തീരുവാണ്. അന്നേരം നമ്മുടെ വാലാന്നുണ്ടെങ്കിലും ഗൈഡ് എടുത്ത് നമുക്ക് മൂവി കാണാൻ വേണ്ടി പോകുന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ മൂവി ഒന്നും കാണാൻ വേണ്ടി വരുന്നില്ല, എനിക്കന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റിൽ പോകണമെന്ന് പറയണേ. ഇതേക്കുന്ന വാലാന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റോ അതെവിടെയാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അതോ ടു ആണെന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറന്റ്, എനിക്ക് അവിടെ പോയി എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഓക്കെ ഞാനും വരാം, അവിടെ വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്ത് തരല്ലോ എന്നൊക്കെ പറയുമ്പോഴേ ഇതേക്കുന്ന കയ്യാന്നുണ്ടെങ്കിൽ നീ അവിടേക്ക് വരുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടിയാണ്. നോർമലി നീയും ടൂയും കൂടി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പോയിന്റ് പിടിച്ച് പ്രശ്നം ഉണ്ടാവുന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, ഞാൻ ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമത്തെ ഒരാളായിട്ട് വരത്തില്ല. അതേപോലെ തന്നെ നീ ഒരു കാര്യം ആലോചിക്കണം, ഞാൻ എപ്പോഴും ഒരു ക്ലോക്ക് പോലെ നിന്റെ ചുറ്റും എപ്പോഴും ഇങ്ങനെ നടക്കുമെന്നൊക്കെ പറയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നേരെ റെസ്റ്റോറന്റിലേക്ക് വരുവാണ്. വന്ന് നോക്കുമ്പോൾ കാണുന്നത് റെസ്റ്റോറന്റ് എന്നുണ്ടെങ്കിൽ വിൽക്കാൻ വേണ്ടി പോകുന്നുള്ള ബോർഡാണ്. കണ്ടപാടെ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ അകത്ത് കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ഒരു ഗണ്ണ് എടുത്ത് വെക്കുകയാണ്. അന്നേരം ഇവനെ കണ്ടപാടെ തന്നെ ഇവിടെ എന്തോ നടക്കുന്നത്, നീ എന്തിനാ റെസ്റ്റോറന്റ് വിൽക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് ഗൈ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാനോ, എന്തിനാ ബ്രേക്കപ്പ് ചെയ്യുന്നത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്ക്, നീ ഇപ്പോൾ ഇവിടുന്ന് പോയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ടു ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഗയ്യാന്നുണ്ടെങ്കിൽ തൊട്ട് കുറേ ചെന്നിട്ട് നീ ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണെന്ന് പറയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ എന്തോന്ന് ഡേഞ്ചറസ്, ഓൾറെഡി നീ എന്നുണ്ടെങ്കിൽ നിന്റെ ബോസിൻ്റെ അടുത്ത് ക്വിറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നീ പറഞ്ഞല്ലേ കെജിനെ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാണ്ടി വരത്തില്ല, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നേരെ പോയി ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ഇവനെ വലിച്ചു മാറ്റിയിട്ട് ഞാൻ പറയുന്ന കാര്യം കേൾക്ക്, നീ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നീയായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നത്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ ബ്രേക്കപ്പ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് സത്യം പറയേണ്ടെന്ന് കരുതിയതാണ്, പക്ഷെ നീ എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും നിന്റെ അടുത്ത് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല, എനിക്ക് എന്താണോ വേണ്ടുന്നത് അതെനിക്ക് നിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, എനിക്കിനി നിന്നെ വേണ്ടാന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല നീ കള്ളം പറയാണ്, ഞാൻ ഇതൊന്നും വിശ്വസിക്കത്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ നിന്റെ ജീവൻ പണയം വെച്ചിട്ട് എന്നെ ഒരിക്കലും വന്ന് രക്ഷിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ രക്ഷിച്ചതിന് ഒരു കാരണമുണ്ട്, തുടക്കം മുതലേ എനിക്കാണെന്നുണ്ടെങ്കിൽ കെഞ്ചി എടുത്ത് റിവെഞ്ച് എടുക്കണമായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നീ ഇതിൽ ഇൻവോൾവ് ആയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ വന്ന് ഹെൽപ്പ് ചെയ്തത്, അല്ലാതെ എനിക്ക് നിന്റെ അടുത്ത് ശരിക്കുള്ള ഫീലിങ്സ് ഇല്ല. ഇതൊക്കെ ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ നീയായിട്ട് ബ്രേക്കപ്പ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നേരെ പോയി ചെന്ന് ഹഗ്ഗിയാണ്. നമ്മുടെ ടൂനാന്നുണ്ടെങ്കിൽ നല്ല തന്നെ ദേഷ്യം വരുന്ന രീതിയിൽ ഇവനാന്നുണ്ടെങ്കിൽ പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഗൈ അവിടെ നിന്ന് പോയ പാടെ തന്നെ ടു കരഞ്ഞിട്ട് സോറി ഗൈ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതിന്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെഞ്ചി രക്ഷപ്പെടുത്തിയത് ബോസാന്ന് തോന്നുന്നു. ബോസ് കെഞ്ചി എടുത്ത് ഞാൻ ആ ട്യൂവിന് മെസ്സേജ് അയച്ചെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കെഞ്ചി ആണെന്നുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലായി, നീ ഇങ്ങോട്ടേക്ക് വാ നിനക്കുള്ള ഗിഫ്റ്റ് തരാന്നൊക്കെ പറഞ്ഞ് ഇവനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. നീ ഇപ്പോഴും ജീവിക്കുന്നത് അവന്മാർക്ക് വേണ്ടിയിട്ടാണോ, നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോസാന്നുണ്ടെങ്കിൽ പ്ലീസ് ടൂവിനെ വെറുതെ വിട്ടേക്ക്, അവനാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലല്ലോ അതുകൊണ്ട് അവന് പവറും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ പിന്നെ അവനെ വെറുതെ വിട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും അങ്ങനെയാണ് കരുതി വെച്ചേക്കുന്നത്, ബോസ് ഒരിക്കലും അവനെ വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല, അവനാന്നുണ്ടെങ്കിൽ ബോസിന് റൈറ്റ് ഹാൻഡ് ആയിരുന്നു, അങ്ങനെയുള്ളവർ തന്നെ ഒരിക്കലും വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വാലും നാമിയും കൂടി നടന്നു വരികയാണ്. അന്നേരം നമ്മുടെ നാമിയാന്നുണ്ടെങ്കിൽ വാലിൻ്റെ അടുത്ത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം എന്താണെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ബാലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകമോ, ഇന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനിവേഴ്സറി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ രാമിയാന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി അല്ല, ഇന്നെന്നുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആണ്, നിനക്ക് അതുപോലെ ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ബാലാന്നുണ്ടെങ്കിൽ അതെനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഓർമ്മ വരാത്തതെന്നൊക്കെ പറയുമ്പോൾ ഇവളാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നല്ലേ, എല്ലാ ദിവസവും രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഗൈയെ കാണാൻ വേണ്ടി പോകും, ഗൈക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും, അവനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവും, പക്ഷെ നിനക്ക് എന്നെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ സോറി പറയാണ്ടി വരികയാണ്. അതിന് ഇവളാന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ സോറി പറയാണ്ടി വരുവാണോ, നീ എൻ്റെ അടുത്ത് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം അതായിരിക്കും നല്ലത്, ഇനി ഒരിക്കലും ഒരാടുത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാമി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും വരാനുള്ള ആ ഒരു അക്വാട്ടിക് ടണലിലേക്ക് വരുവാണ്. അവിടേക്ക് വന്നവിടെ തന്നെ നമ്മുടെ ടു ഇവനും ഫസ്റ്റ് മീറ്റ് ചെയ്തില്ലേ അതും പിന്നെ രണ്ടുപേരും പലയിടത്തായിട്ട് നിൽക്കുന്ന ഓരോ ഓർമ്മകളും ഇവന് വരുവാണ്. കനവേ കനവേ കലൈവതേനു കനങ്ങൾ കനവായി കരവതേനു നിനവേ നിനവേ അരവതേനു எனது உலகம் உடைவதேனோ
സോറി ഗൈസ്, അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഇവനാന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവിടെ തന്നെ അങ്ങനെ അങ്ങ് നിൽക്കുവാണ്. ഇവൻ പെട്ടെന്ന് തിരിയുമ്പോൾ കാണുന്നത് നമ്മുടെ വാലിനെയാണ്. വാലിനെ കണ്ട പടത്തിന് നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായെന്ന് പറയാം. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ വിളിക്കായിരുന്നതെന്നൊക്കെ കൈ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു, എപ്പോഴാണ് ഇതിൽ നിന്ന് പുറത്ത് വരുന്നത്, അതുവരെ വെയിറ്റ് ചെയ്യാന്ന് കരുതിയിട്ട്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ നേരെ പോയി ഹഗ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വാലാന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഗയ്യെ കിസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി, അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഗോൾ അടിച്ചേക്കും. സോ ഈ ഒരു മൊമെൻറ്റോട് കൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. അപ്പോൾ ഓക്കെ ബേബ്, സ്റ്റാർട്ട്.